വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പോൾ ഇതാ മക്കളെ, നിങ്ങളുടെ പരീക്ഷയൊക്കെ തീർന്ന് നിങ്ങളിത് അവസാനത്തെ പരീക്ഷയിൽ എത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. EVS നമുക്ക് ഫുൾ മാർക്ക് തന്നെ നമുക്ക് വേണം, അതിൽ കുറഞ്ഞൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ അതിനുവേണ്ടി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള എല്ലാ പരീക്ഷയ്ക്കും ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ആരും അതൊന്നും മിസ്സാക്കരുത്, നിർബന്ധമായിട്ടും അതെല്ലാം പഠിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നിങ്ങൾ റെഡി അല്ലേ മക്കളെ? എങ്ങനെ ഇതാ നോക്കിക്കോളൂ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. The pictures of birds given below are taken by Diya as part of bird watching. Identify the birds. പക്ഷി നിരീക്ഷണത്തിന്റെ ഭാഗമായി ദിയ കണ്ടെത്തിയ ചില പക്ഷികളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവ ഏതെല്ലാം? അപ്പൊ നമ്മുടെ വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കൗതുക ലോകം എന്ന് നമ്മൾ ഒരു അടിപൊളി ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഇവിടെ കുറച്ച് പക്ഷികളെ തന്നിട്ടുണ്ട്. ആ പക്ഷികളെ തിരിച്ചറിയാനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? പക്ഷികളെല്ലാം നന്നായിട്ടൊന്ന് നിരീക്ഷിച്ച് നോക്കുക. ഏതൊക്കെ പക്ഷികളാണെന്ന് നമുക്കറിയില്ല. എന്നിട്ട് അപ്പൊ അതിന്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നാമത്തെ പക്ഷി ഏതാന്ന് മക്കളെ നോക്കിയിട്ട് എല്ലാവരും ഏതാണ്? നമ്മുടെ ഒന്നാമത്തെ പക്ഷി ഏതാണ്? പെട്ടെന്ന് നോക്കി പറഞ്ഞോളൂ. നമ്മുടെ പാരറ്റ് ആണല്ലേ, നമ്മുടെ തത്ത. പാരറ്റ് അഥവാ നമ്മുടെ തത്തയാണ്. നല്ല ചുമന്ന ചുണ്ടൊക്കെ ഉള്ള പച്ച കളറിലുള്ള നമ്മുടെ തത്ത. അപ്പൊ അതെല്ലാവർക്കും അറിയാലോ. അടുത്ത പക്ഷി ഒന്ന് നിരീക്ഷിച്ച് നോക്കിക്കേ. അടുത്ത പക്ഷി ഏതാണ് നമ്മുടെ അടുത്ത പക്ഷി? പെട്ടെന്ന് നോക്കി പറഞ്ഞോളൂ. നമ്മുടെ മലമുഴക്കി വേഴാമ്പലാണല്ലേ. ഏതാണ്? നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്ന് പറയും അല്ലേ? എന്താ മക്കളെ? ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ അഥവാ നമ്മുടെ മലമുഴക്കി വേഴാമ്പലിന്റെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചിത്രം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ ഏത് പക്ഷിയാണത്? നന്നായിട്ട് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞോളൂ. നിങ്ങൾക്ക് പരിചയം ഇത്തിരി കുറവാവും, എങ്കിലും ഒന്ന് നന്നായിട്ട് നോക്കി പറഞ്ഞേ മക്കളെ. അത് ആരാണ്? നമ്മുടെ ടർക്കിക്കോഴിയാണല്ലേ. നമ്മുടെ ടർക്കിക്കോഴിയാണ്. മനസ്സിലായോ? ഇനി ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ആളാരാണ്? നല്ല ഉണ്ട കണ്ണൊക്കെ ഉരുട്ടി നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ആളാരാണ്? നമ്മുടെ മൂങ്ങയാണ് അഥവാ ഔൾ എന്ന് നമ്മൾ പറയും അല്ലേ? ഔൾ അഥവാ നമ്മുടെ മൂങ്ങയാണ്. അപ്പോൾ പക്ഷികളെ തിരിച്ചറിയാൻ എല്ലാവർക്കും പറ്റുന്നില്ലേ? എങ്കിൽ ഇത് അതിൽ നിന്നുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ആസ് യു നോ വി ഹാവ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ഫ്രം ബേർഡ്സ്. വാട്ട് ആർ ദേ? എന്താണ്? പക്ഷികളെ കൊണ്ട് നമുക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട്. എന്തെല്ലാമാണ് എന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പക്ഷികളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാനും ചില ഉപകാരങ്ങൾ നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? അത് നോക്കിക്കോളൂ. ഒന്നാമത്തെ നമുക്ക് എന്തെഴുതാം? പ്രേയിങ് ബേർഡ്സ് ലൈക്ക് ഓൾ ആൻഡ് ഈഗിൾ പ്രിവെന്റ് ദ ഇൻക്രീസ് ഓഫ് റാറ്റ്സ് അല്ലേ? മൂങ്ങയും പരുന്തും പോലുള്ള ഇരപിടിയന്മാർ എന്തിനു സഹായിക്കുന്നു? എലി പെരുകുന്നത്, എലിയുടെ ശല്യം കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അവരെന്ത് ചെയ്യും? എലിയെ വന്ന് പിടിച്ച് ഭക്ഷണമാക്കി കഴിക്കും അല്ലേ? അപ്പൊ എലിയുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എലികളുടെ എണ്ണം പെരുകുന്നത് തടയാൻ വേണ്ടി ആര് സഹായിക്കുന്നു? മൂങ്ങയും പരുന്തും പോലുള്ള ഇരപിടിയന്മാർ. പ്രേയിങ് ബേർഡ്സ് ലൈക്ക് ഓൾ ആൻഡ് ഈഗിൾ ഹെൽപ്സ് ടു പ്രിവെന്റ് ദ ഇൻക്രീസ് ഓഫ് റാറ്റ്സ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഉപകാരം എന്താ നോക്കിക്കേ? ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ അഥവാ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു. അവരിങ്ങനെ വിത്തൊക്കെ ഭക്ഷിക്കുന്ന സമയത്ത് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിതരണം, ഡിസ്പേഴ്സലിന് ആര് സഹായിക്കുന്നു? നമ്മുടെ പക്ഷികൾ സഹായിക്കുന്നു. കൺട്രോൾ പെസ്റ്റ്, കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കീടങ്ങൾ ഉണ്ടായിരിക്കും, നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന കീടങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതിനെയൊക്കെ ഭക്ഷിച്ച് നമ്മുടെ കൃഷി സംരക്ഷിക്കാനൊക്കെ ആര് സഹായിക്കുന്നു? ഈ പക്ഷികൾ സഹായിക്കുന്നു. അത് മാത്രമല്ല, നമുക്ക് ഭക്ഷണം തരുന്നു, മുട്ട തരുന്നു അല്ലെ, മീറ്റ് തരുന്നു. അതിനൊക്കെ വേണ്ടി ആര് സഹായിക്കുന്നു? ഈ പക്ഷികൾ നമ്മെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു 2-3 നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതി വെക്കുക. ക്ലിയർ ആണോ? എങ്കിൽ ഇത് അടുത്തൊരു ചോദ്യം നോക്കിക്കേ. എ ബേർഡ് വിച്ച് കനോട്ട് ഫ്ലൈ. പറക്കാൻ കഴിയാത്ത ഒരു പക്ഷി ഏതാണ്? നമുക്ക് ഡക്ക് എഴുതാം അല്ലെ? നമ്മുടെ താറാവ് പറക്കാൻ കഴിയാത്തൊരു പക്ഷിയല്ലേ? യെസ്. അപ്പൊ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, എങ്കിൽ ഇതാ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് അടുത്ത ചോദ്യം നോക്കിക്കോളൂ. Manu's hand got fractured while playing cricket. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മുടെ മനുവിൻ്റെ കൈയൊന്ന് ഒടിഞ്ഞു പോയി. നിങ്ങൾക്ക് പലർക്കും സംഭവിച്ചിട്ടുള്ളതായിരിക്കും. കളിക്കുന്ന സമയത്ത് വീഴുന്നു, കൈ ഒടിയുന്നതൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അതുപോലെ നമ്മുടെ മനുവിൻ്റെ കൈയെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒടിഞ്ഞു എന്നാണ് പറയുന്നത്. ചോദ്യം ഇതാണ്. വാട്ട് ഷുഡ് ബി ദ ഫസ്റ്റ് എയ്ഡ് ഗിവൺ ടു മനുവിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ എന്താണ് എന്നാണ് ചോദ്യം.
പറഞ്ഞോളൂ, എന്ത് സുരക്ഷയാണ്, പ്രഥമ ശുശ്രൂഷയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? യെസ്, ഇതാണ് ടേക്ക് കെയർ ടു പ്രിവെന്റ് ബ്ലീഡിംഗ് ആൻഡ് ജേംസ് ഫ്രം എൻറ്ററിങ് ദ വൂണ്ട്. മുറിയിൽ രക്തസ്രാവം ഉണ്ടാവുന്നതോ അതിലേക്ക് ജേംസ് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ദ ഫ്രാക്ചേർഡ് പേഴ്സൺ ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് ദ ഫ്രാക്ചേർഡ് പാർട്ട് ഇൻടാക്ട്. അതായത് ആ ഒടിഞ്ഞ ഭാഗം അനങ്ങാതിരിക്കാൻ, അനക്കാൻ പാടുമോ? അനക്കാൻ പാടില്ല. അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ സ്പ്ലിൻറ്റ് യൂസ് ചെയ്യാം അല്ലേ? എ സ്പ്ലിൻറ്റ് മേ ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ അതിനെയാണ് നമ്മൾ സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. ആ സ്പ്ലിൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒടിഞ്ഞ ഭാഗം അല്ലെങ്കിൽ ചതഞ്ഞ ഭാഗം അനങ്ങാതിരിക്കാൻ വേണ്ടി സ്പ്ലിൻറ്റ് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രഥമ ശുശ്രൂഷ. നോക്കിക്കേ, ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ മനുവിൻ്റെ കൈക്ക് പൊട്ടലുണ്ടായി. മനുവിന് എന്ത് പ്രഥമ ശുശ്രൂഷ നൽകണം? എന്താണ്? ഈ അവസരത്തിൽ രക്തപ്രവാഹം തടയാനും മുറിവിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഒടിഞ്ഞ ഭാഗം ഇളകാൻ അനുവദിക്കാതെ സംരക്ഷണം നൽകിയ ശേഷമേ അപകടത്തിൽപ്പെട്ടയാളെ മാറ്റാവൂ. ഇപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മുറിഞ്ഞ ഭാഗം, ആ ഒടിഞ്ഞ ഭാഗം അനങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിന് സ്പ്ലിൻറ്റ് ഉപയോഗപ്പെടുത്താം. അപ്പൊ അതിനാണ് മിസ് പറഞ്ഞ സ്പ്ലിൻറ്റ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കിക്കോളൂ. The name used to provide protection without allowing the broken part to shake. Put a tick mark. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൊട്ടിയ ഭാഗം അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഐസ് പാക്ക് എന്നാണോ, ടോർണിക്കറ്റ് എന്നാണോ, ബാൻഡേജ് എന്നാണോ, അതോ സ്പ്ലിൻറ്റ് എന്നാണോ? എന്താണ് മക്കളെ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? സ്പ്ലിൻറ്റ് ആണ് അല്ലേ? പൊട്ടിയ ഭാഗം അനങ്ങാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്ന ആ ഫസ്റ്റ് എയ്ഡിൻ്റെ പേരാണ് സ്പ്ലിൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം എന്താണ് ആൻസർ? സ്പ്ലിൻറ്റ് ആണ്. സ്പ്ലിൻറ്റ് ആണ്. കിട്ടിയോ? തകർന്ന ഭാഗം ഇളകാൻ അനുവദിക്കാതെ സംരക്ഷണം നൽകാൻ ഉപയോഗിക്കുന്ന ആ വസ്തുവിൻ്റെ പേരാണ് നമ്മുടെ സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എങ്കിൽ ഇതാ ലാസ്റ്റ് ചോദ്യം നോക്കിക്കോളൂ. മെൻഷൻ ദ തിങ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. എന്താണ് ചോദ്യം? എന്താണ്? ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുത്താവുന്ന വസ്തുക്കൾ ഏതൊക്കെ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഏതൊക്കെ വസ്തുക്കളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നൊന്ന് പറഞ്ഞേ. ഏതൊക്കെ വസ്തുക്കളാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുത്തേണ്ടത്? നോക്കിക്കോളൂ. അണുനാശിനി, കോട്ടൺ, ബാൻഡേജ്, കത്രിക, ഓയിൻമെന്റ്, ഇതെല്ലാം നമ്മൾ എവിടെ ഉൾപ്പെടുത്തണം? നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുത്തണം. അതായത് ആന്റിസെപ്റ്റിക്, കോട്ടൺ, ബാൻഡേജ്, സിസേഴ്സ്, ഓയിൻമെന്റ്. അതായത് പെട്ടെന്ന് എന്തെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓയിൻമെന്റ്, അതിന് വേണ്ട ബാൻഡേജ്, അത് മുറിക്കാൻ വേണ്ട കത്രിക, അതിന് വേണ്ട പഞ്ഞി, അത് ക്ലീൻ ചെയ്യാൻ വേണ്ട ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ, ഡെറ്റോൾ പോലെയുള്ള സൊല്യൂഷൻ, അതൊക്കെയാണ് നമ്മൾ എവിടെ ഉൾപ്പെടുത്തേണ്ടത്? നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എക്സാമിന് ആവർത്തിച്ച് ചോദിച്ച് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ എക്സാം അടിപൊളിയായിട്ട് എഴുതുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്.